ഹലോ മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് മലയാളം പരീക്ഷ അല്ലെ, മലയാളം ഫസ്റ്റ് ആണ് ഇനി നമ്മളെ കാത്തിരിക്കുന്ന പരീക്ഷ എന്ന് പറയുന്നത്. അപ്പൊ അടിപൊളിയായിട്ട് നമുക്ക് പരീക്ഷ എഴുതണ്ടടാ. പലപ്പോഴും ഈ അടിപൊളിയായിട്ട് മലയാളം പരീക്ഷകൾ എഴുതുന്നതിൽ നമ്മളെ തടസ്സപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ 1.5 മണിക്കൂർ എന്ന് പറയുന്ന സമയം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അല്ലെ. ഈ 40 മാർക്കിന് 1.5 മണിക്കൂറിൽ എങ്ങനെയാണ് എഴുതി തീരുക, ഞങ്ങൾ എഴുതി തീർന്നിട്ടില്ല, എസ്സേ എഴുതാൻ പറ്റിയില്ല എന്നൊക്കെ നിങ്ങൾ പലപ്പോഴും പരാതി, ക്രിസ്മസ് എക്സാമിന്, ഓണപരീക്ഷയ്ക്കൊക്കെ നിങ്ങളുടെ കമന്റുകളിൽ ടീച്ചർ കണ്ടിരുന്നു. അപ്പൊ അതിനൊരു ശാശ്വത പരിഹാരമായിട്ടാണ് ടീച്ചർ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കണേ. അതുപോലെ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എത്രയാണ് എഴുതേണ്ടത്, 4 മാർക്കിന് എത്ര എഴുതണം, അല്ലെ 1.5 പേജ് എഴുതണോ, 6 മാർക്കിന് 2 പുറത്തിലാണോ എഴുതേണ്ടത്, ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട് അല്ലെ നിങ്ങൾക്ക്. അപ്പൊ ഈ സംശയത്തിനൊക്കെ ഒരു ഉത്തരവായിട്ടാണ് ടീച്ചർ വന്നിരിക്കണേ. അപ്പൊ നമ്മളുടെ പരീക്ഷ അല്ലെ, ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ 1.5 മണിക്കൂർ എന്ന് നമ്മൾ കാണും അല്ലെ. ആകെ എത്ര മാർക്കാണ്? 40 മാർക്കാണ്. അപ്പൊ ഈ 1.5 മണിക്കൂർ എന്ന് പറയുന്നത് എങ്ങനെ ആയിക്കഴിഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും അല്ലെ കുറയും കൂടുമൊന്നുമില്ല, കുറഞ്ഞാലേ ഉള്ളൂ, കൂടാൻ എന്തായാലും സാധ്യതയില്ല. അപ്പൊ ഏത് രീതിയിലാണ് നമുക്ക് ചോദ്യം വരിക? നമുക്ക് മൊത്തം 40 മാർക്കാണ്. ഇവിടെ നമുക്ക് ആദ്യത്തെ ഒരു ഭാഗത്ത് നിന്ന് അല്ലെ 1 മാർക്കിന്റെ ചോദ്യം അല്ലെ, അങ്ങനെ 1 മാർക്കിന്റെ 4 ചോദ്യങ്ങളും 2 മാർക്കിന്റെ 2 ചോദ്യങ്ങളും ഉൾപ്പെടെ 8 മാർക്കിന്റെ ചോദ്യഭാഗമുണ്ട് അല്ലെ. ആദ്യത്തെ ഒരു ഭാഗത്ത് 1 മാർക്ക് 2 മാർക്കിന്റെയും കൂടെ വെച്ച് 8 മാർക്കിന്റെ ഒരു ചോദ്യഭാഗമുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് കൂൾ ഓഫ് ടൈമിൽ കിട്ടുന്ന സമയത്ത് തന്നെ ഈ ഒരു 8 മാർക്കിന്റെ ചോദ്യങ്ങളുടെ ഉത്തരം എന്ത് ചെയ്യണടാ, നമ്മൾ ഓൾറെഡി മനസ്സിൽ നമ്മളൊന്ന് സെറ്റാക്കി വെക്കണം. ഇനി ഏതാണ് 4 മാർക്കിനുള്ള ചോദ്യങ്ങളാണ്. 4 മാർക്കിന്റെ 5 ചോദ്യം, മൊത്തം 20 മാർക്കാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഉണ്ടാവുക അല്ലെ. 20ഓളം മാർക്കാണ്. അപ്പോൾ ഓരോ ചോദ്യത്തിന് നമ്മൾ എത്ര സമയം കൊടുക്കണം? പലപ്പോഴും നമ്മൾ അല്ലെ ഒരു ചോദ്യം ഒന്നും എഴുതാൻ പറ്റില്ല അല്ലെ, 20 മാർക്കൊന്നും കംപ്ലീറ്റ്ലി നമുക്ക് അവിടെ കിട്ടാറില്ല. 4 മാർക്കിന്റെ ചോദ്യങ്ങൾക്ക് 5 ചോദ്യങ്ങൾ എഴുതുമ്പോഴത്തേക്ക് എന്നെ സമയം തികയാണ്ടായിപ്പോ. അപ്പോൾ ഓരോ ചോദ്യത്തിന് നമ്മൾ മാക്സിമം നമ്മൾ കൊടുക്കേണ്ട എത്ര സമയമാണ്? ഒരു 8 മിനിറ്റ് സമയം നമുക്ക് കൊടുക്കാം. ഒരു ചോദ്യത്തിന് നമുക്ക് മാക്സിമം 8 മിനിറ്റ് സമയമാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ 5 ചോദ്യങ്ങൾക്കും കൂടെ നമുക്ക് 40 മിനിറ്റ് സമയം. എത്രയാണ് നമ്മളുടെ സമയം എന്ന് പറയുന്നത്? 40 മിനിറ്റ് സമയമാണ് ഈ 5 ചോദ്യങ്ങൾക്കും കൂടെ നമ്മൾ എഴുതി തീരുമ്പോഴത്തേക്ക് നമ്മൾ കൊടുക്കേണ്ട. 1.5 മണിക്കൂറേ നമുക്ക് ആകെ ഉള്ളൂ എന്ന് ആലോചിക്കണം അല്ലെ. ഇനി ഏതാണ് ചോദ്യം വരുന്നത്? 6 മാർക്കിന്റെ 2 ചോദ്യങ്ങൾ, 2 എസ്സേ ആണ് എഴുതേണ്ടത്. അപ്പൊ അതിന് എത്ര സമയം കൊടുക്കണം? ഇപ്പൊ ഒരു 6 മാർക്കിന്റെ ചോദ്യം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 14-15 പോയിന്റ് ഒക്കെ മാക്സിമം നിങ്ങൾ എഴുതിക്കോളൂ. അതിൽ കൂടുതലൊന്നും നിങ്ങൾ എഴുതാൻ പാടില്ല. ഒരു 15 പോയിന്റ് ഒക്കെ എഴുതുമ്പോഴത്തേക്ക് എത്ര സമയം ഉണ്ടാവും? ഒരു ചോദ്യത്തിന് ഒരു 12 മിനിറ്റ്, ഒരു ചോദ്യത്തിന് ഒരു 12 മിനിറ്റ് സമയം വെച്ചിട്ട് ഏകദേശം ഒരു 24 മിനിറ്റ് എന്ത് ചെയ്യാം, നമ്മൾ എസ്സേക്കും വേണ്ടി അല്ലെ, ലോങ് എസ്സേക്കും വേണ്ടി നമ്മൾ മാറ്റിവെക്കുക. അപ്പൊ ടോട്ടൽ എത്ര സമയം ഉണ്ടാവിടാ? 1 മണിക്കൂറും 14 മിനിറ്റും ആയിരിക്കും അല്ലെ ടോട്ടൽ എന്ത് ചെയ്യുക നമ്മൾ ഈ ചോദ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇത് ഇനി എത്ര എഴുതണം എന്നുള്ളത്, അപ്പൊ ഈ അത് കുറച്ചുകൂടെ കൂടിയാലും അല്ലെ, ഓരോ മിനിറ്റൊക്കെ അധികം എടുത്തു കഴിഞ്ഞാലും എന്തായാലും ഒരു മണിക്കൂറും 25 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, പരീക്ഷ നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ പറ്റണം. ലാസ്റ്റിലത്തെ ഒരു 5 മിനിറ്റ് എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അല്ലെ, ക്വസ്റ്റ്യൻ മാർക്കൊക്കെ കറക്റ്റ് ആണോ, ക്വസ്റ്റ്യൻ നമ്പറൊക്കെ കറക്റ്റ് ആണോ അല്ലെ, എഴുതിയതൊക്കെ ശരിയാണോ എന്നുള്ളത് ലാസ്റ്റ് ഒന്ന് റീചെക്ക് ചെയ്യാനുള്ളൊരു സമയമാണ് നമ്മുടെ ലാസ്റ്റിലത്തെ 5 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോഴും നമ്മൾ ഓടിപ്പിടിച്ച് എഴുതി ടീച്ചർ വന്ന് പേപ്പർ വലിച്ചു കൊണ്ടുപോകാനുള്ള സിറ്റുവേഷൻ ഒന്നും ഈ പരീക്ഷയിൽ മക്കൾ ഉണ്ടാക്കരുത്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊക്കെ ഒന്ന് മാനേജ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 4 മാർക്കിന്റെ 5 ചോദ്യങ്ങളുണ്ട് അല്ലേ. അപ്പൊ അത് ഒരുപാടൊക്കെ എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യടാ, നമ്മൾ ഒരുപാട് സമയം നമുക്ക് പോകും അല്ലേ. അപ്പൊ അതുകൊണ്ട് എന്ത് ശ്രദ്ധിക്കണം, ഓരോ 4 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ അരപ്പുറത്തിലാണ് നമ്മൾ എഴുതേണ്ടത്. അതൊരു പേപ്പർ ആണെങ്കിൽ പേപ്പറിന്റെ അരപ്പുറത്തിലാണ് നമ്മൾ 4 മാർക്കിനുള്ള ചോദ്യം എഴുതേണ്ടത്. 6 മാർക്കിനുള്ള ചോദ്യമാണെങ്കിൽ ഒരു പുറമാണ് കേട്ടോ. ഒരു പുറം എന്ന് വെച്ചാൽ ഒരു പുറം എഴുതിയാൽ മതി. നമ്മൾ 4-5 പേജൊക്കെ എഴുതുമ്പോൾ ഒരു ചോദ്യം എഴുതാനുള്ള സമയമാണ് നമുക്ക് അവിടെ നഷ്ടമാവുന്നത്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് മക്കൾ ശ്രദ്ധിക്കണം. പിന്നെ ആദ്യത്തെ 8 മാർക്കിന്റെ ചോദ്യങ്ങൾ അല്ലെ, 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഈ കൂൾ ഓഫ് ടൈമിൽ എന്ത് ചെയ്യുക, അപ്പുറത്തും ഇപ്പുറത്തും എഴുതുന്ന ആളുകളെ നോക്കിയിരിക്കാതെ അല്ലെ, ഒന്നാമത്തേൻ്റെ 2ാമത്തേൻ്റെ ഉത്തരവൊന്നും തേടി പോവാതെ നമ്മൾ ഈ കൂൾ ഓഫ് ടൈം ഈ 15 മിനിറ്റ് സമയത്ത് എന്ത് ചെയ്യണം, വളരെ കൃത്യമായ രീതിയിൽ നമ്മൾ ചോദ്യങ്ങൾ വായിക്കുക. 8 വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ കുറച്ച് സേഫ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അല്ലെ. 9 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടത്. കാരണം ഏകദേശം 32ഓളം മാർക്കാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ആ ഭാഗത്ത് നിന്നുണ്ടാവുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സമയം അല്ലെ. സമയം ഓൾറെഡി നമ്മൾ ശ്രദ്ധിച്ചു. ഇനി ചോദ്യ മാതൃകകളാണ് അല്ലെ. ഉപന്യാസം,
മുഖപ്രസംഗം, പിന്നെന്താണ് മുഖപ്രസംഗം തന്നെയാണ് എഡിറ്റോറിയൽ, പ്രസംഗം, പ്രഭാഷണം, ലഘു പ്രഭാഷണം, പിന്നെന്താണ് ഇങ്ങനെ പല പല രീതികളുണ്ട്. കുറിപ്പുകൾ തന്നെ പലതരം കുറിപ്പുകളുണ്ട് അല്ലേ. അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ ചോദ്യ മാതൃകകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കാര്യമായ രീതിയിൽ ശ്രദ്ധിച്ച് എഴുതിയില്ല എങ്കിൽ എന്ത് സംഭവിക്കൂടാ? നമുക്ക് മാർക്ക് പോകും അല്ലേ. അതിൻ്റെ ഘടനയൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. എന്തിനാ പഠിക്കുന്നത്? ടീച്ചർ ഇവിടെ ഉണ്ട്, സൈലം നിങ്ങളുടെ കൂടെയുണ്ട്. ഇതൊക്കെ മക്കളെ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് മാരത്തോൺ ലൈവുകളൊക്കെ ആയിട്ട് ടീച്ചർ വരുന്നുണ്ട്. പാഠഭാഗങ്ങളും അല്ലെ, പാഠഭാഗത്തിന്റെ ആശയവും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. പാഠം അറിയാതെ നമ്മൾ എങ്ങനെയാണ് പരീക്ഷ എഴുതുക അല്ലെ. പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് വരിക. അപ്പോൾ ഇത്രയും പാഠഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് അല്ലെ മാരത്തോണിൽ ഓടിച്ചാടി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ മക്കളെല്ലാം ചെയ്യേണ്ടത് എന്താണ്, മാക്സിമം അല്ലെ ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ സമയമൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പലപ്പോഴും മലയാളത്തിന് മാർക്ക് നഷ്ടപ്പെടുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ അല്ലെ നമ്മുടെ ലൈവിൻ്റെ ലിങ്ക് ഒക്കെ എന്ത് ചെയ്യണം, മക്കൾ ഷെയർ ചെയ്യണം. നമുക്ക് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പാഠഭാഗത്തിൻ്റെ ആശയങ്ങളും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, നമുക്ക് ലൈവുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ലൈവിൽ കാണാം കേട്ടോ. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് എന്ത് ചെയ്യണം, മക്കളെ ലൈവിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും മറന്നു പോരുത്. സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, മലയാളം പരീക്ഷ തകർത്ത് സൂപ്പറായിട്ട് നമുക്ക് എഴുതണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.